എൻ്റെ സഹോദരൻ്റെ അനുസ്മരണ സമ്മേളനം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരുക്കിയ പുനർജനിയുടെ പ്രിയപ്പെട്ട സംഘാടകരെ, എൻ്റെ ചേട്ടനിലെ കലാകാരനെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ പുതിയ മാനം തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനയൻ സർ, ബഹുമാനപ്പെട്ട കെ പി രാജേന്ദ്രൻ സാർ, പ്രിയനന്ദൻ സാർ, സന്നിധാനന്ദൻ, അങ്ങനെ വേദിയിലെ വിശിഷ്ട വ്യക്തിയിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സാഹിത്യ അക്കാദമിയുടെ കോമ്പൗണ്ടിൽ ഞാൻ ഒരു നിത്യ സന്ദർശകനാണ്. എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ ഇവിടെ ലൈബ്രറിയിൽ സ്ഥിരം വരാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അന്തരിച്ച കലാമണ്ഡലം പത്മനാഭൻ ആശാന്റെ ഒരു അനുസ്മരണ ചടങ്ങ് ഇവിടെ നടന്നപ്പോൾ ഞാൻ അറിയാതെ ഇവിടെ കയറിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ഒരുപക്ഷെ ദൈവനിശ്ചയമായിരിക്കാം. വിനയൻ സാർ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒട്ടേറെ ഭാഗങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ സഹായം ഞാൻ നേടിയിരുന്നത്. കാരണം എൻ്റെ ചേട്ടന് പഠിച്ച് ഒരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ പഠിച്ചൊരു വലിയ സംഗീതജ്ഞനാവാൻ, ഒരു കലാകാരനാവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ വിലയേറിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയങ്ങളെല്ലാം തന്നെ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു നിറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഞാൻ MA മോഹിനിയാട്ടം 1ാം റാങ്കോടുകൂടി ഞാൻ എൻ്റെ ചേട്ടന് മുമ്പിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു. പിന്നീട് കേരള കലാമണ്ഡലത്തിൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടി MPhil PhD ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അപേക്ഷിച്ചു. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടിയില്ല. വീണ്ടും അധികൃതരെ കയ്യും കാലും പിടിച്ച് എനിക്ക് സീറ്റ് തന്നു. അവിടെ ഞാൻ 1ാം റാങ്കോടുകൂടി MPhil പാസ്സായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് വീണ്ടും തിരുത്തി. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സെലിബ്രിറ്റി ആയിട്ടുള്ള സഹോദരൻ്റെ സഹായം നേടിക്കൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുകയായിരുന്നു. ഇനി എനിക്ക് ഒരു PhD പ്രബന്ധം കൂടെ പൂർത്തിയാക്കാനുണ്ട്. ഞാൻ UGC നെറ്റ് പരീക്ഷ പാസ്സായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ലഡു വാങ്ങി തിന്ന ആ സ്മരണം ഞാൻ ഇന്നും ഈ നിമിഷവും എൻ്റെ മനസ്സിൽ ഒരു ഫ്രെയിമിട്ട് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഒരു ഡോക്ടറേറ്റ് കിട്ടി ചേട്ടൻ്റെ മുമ്പിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ പത്രത്തിൽ വരുന്നത് സ്വപ്നം കണ്ടു നടന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നാടൻ പാട്ടുകൾ ആരും വേദിയിൽ പാടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നാടൻ പാട്ടിന് ഒരു കച്ചവട സാധ്യത, അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങിയ ഒരു കാലമുണ്ടാക്കിയത് തൻ്റെ സഹോദരനാണെന്ന് ഞാൻ അഹങ്കാരത്തോടെ പറയും. പക്ഷേ ഒരു ഫോക്ലോർ അവാർഡ് പോലും എൻ്റെ സഹോദരൻ ഇന്നവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള അവാർഡാണ്. മറ്റു സിനിമ നടനോ അല്ലെങ്കിൽ മറ്റു ദേശീയ പുരസ്കാരങ്ങളോ ഞങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വിയർപ്പും അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്ത പാട്ടും പാടിക്കൊണ്ട് നാടൻ കലയെ ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു കലാകാരന് ഒരു ഫോക്ലോറിൻ്റെ ഒരു ഫെലോഷിപ്പോ അല്ലെങ്കിൽ കേവലം ഒരു ചെറിയൊരു അവാർഡ് പോലും ലഭിക്കാത്തത് ഞങ്ങളെ എല്ലാവരും തന്നെ നിരാശരാക്കിയിരുന്നു. ചേട്ടൻ്റെ ജീവിത രീതികളെയും കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാറ് പറഞ്ഞതുപോലെ സാറ്റലൈറ്റ് പോലും കിട്ടാത്ത ചേട്ടൻ്റെ ചിത്രങ്ങൾ ചേട്ടനെ സിനിമാ രംഗത്ത് നിന്നും ഒരുപക്ഷെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ചാനലുകൾ റേറ്റിംഗ് നേടുന്നത് എൻ്റെ ചേട്ടൻ്റെ മരണവാർത്തകളും അതിനോടനുബന്ധിച്ച് വരുന്ന കുപ്രചരണങ്ങളിലൂടെയാണ്. കുടുംബബന്ധം തകർന്നു എന്ന് വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി എൻ്റെ സഹോദരന് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയുണ്ടായി. ക്യാൻസർ ആണെന്ന് പറഞ്ഞു, എയ്ഡ്സ് ആണെന്ന് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാവത്തിന് ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോലും പോകാൻ പേടിയായിരുന്നു. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്.
എത്ര ശക്തനായാലും മനസ്സ് ദുർബലമാകുന്ന, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എന്നെ സമൂഹം എങ്ങനെയാണല്ലോ കാണുന്നത് എന്നൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എത്ര നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്താലും അദ്ദേഹം ഏതെങ്കിലും ഒരു തരത്തിൽ എവിടെയെങ്കിലും ഒന്ന് ചെന്നപ്പെട്ടാൽ അതിന് വലിയ വലിയ വാർത്താ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപക്ഷെ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. ഈ അവസരങ്ങളിലെല്ലാം ഒരു ചെറിയ കുട്ടിയെ പോലെ, അല്ലെങ്കിൽ പിണങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ട് എന്തിനു വേണം ജീവിക്കാൻ എന്ന് പലപ്പോഴും ഞങ്ങളുമായി സംസാരിക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സഹോദരൻ. ഒരു പക്ഷേ ഒരു ലൊക്കേഷനിലേക്ക് പോകുമ്പോഴും അവിടെ ജാതിയോ മതമോ വർണ്ണമോ അല്ലെങ്കിൽ സൗന്ദര്യമോ നോക്കാതെ ഈ കൂട്ടുകാരെയെല്ലാം താൻ താമസിക്കുന്ന ഹോട്ടലിൽ അല്ലെങ്കിൽ താൻ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരുമിച്ച് കെട്ടിക്കൊണ്ടുവന്ന് കിടക്കാനാണ് എൻ്റെ സഹോദരൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂട്ടിയോ മോഹൻലാലോ അതുപോലുള്ള താരങ്ങൾ മലയാളത്തിലെ നക്ഷത്രങ്ങളായി ഉദിച്ചപ്പോൾ അവരെവിടെയാണ് താമസിക്കുന്നത് പോലും നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടല്ല. എൻ്റെ സഹോദരൻ അതിനൊന്നും മെനക്കെട്ടില്ല. ഞങ്ങളുടെ ചേനത്ത് നാട്ടുകാരനായി എവിടെന്നെങ്കിലും ഷൂട്ടിംഗ് കഴിഞ്ഞെത്തുമ്പോൾ ഒരു കാവ്യം കൊണ്ടെടുത്തുകൊണ്ട് ലോഡിംഗ് ഷെഡിലും ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. ഷൂട്ടിംഗ് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ സുഹൃത്തുക്കളുടെ ഒരു പിൻബലത്തോടെയുള്ളൊരു ധൈര്യമാണ് അയാൾക്കുണ്ടായിരുന്നത്. അതിൽ കുറേയേറെ മോശം സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ അവസാന കാലഘട്ടത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് ഞാൻ ഇവിടെ പരസ്യമായി പറയുകയാണ്. കാരണം പലവട്ടം ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരനും ഞാനും ഒരു മുട്ടായിക്ക് പോലും വഴക്കിടാത്ത ഒരു സാഹോദര്യ ബന്ധമാണ് ഞങ്ങളുടേത്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പലവട്ടം ഞാനും തമ്മിൽ വഴക്കിടും. അപ്പോഴൊക്കെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞേക്കാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സമൂഹത്തിൽ ഇന്ന് ലേറ്റസ്റ്റായിട്ട് വന്ന ന്യൂസ്, സഹോദരൻ രാമകൃഷ്ണൻ 3 മാസമായി ചേട്ടനെ തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതികളിൽ ഒരാളായ അരുണിൻ്റെ അച്ഛൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ച കാര്യങ്ങൾ. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ചേട്ടൻ്റെ മരണശേഷം നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചാനലുകളോട് തുറന്നു പറഞ്ഞു. അത് ജനങ്ങൾ അറിഞ്ഞു. പിന്നീട് അതൊരു മാധ്യമ വേട്ടയായിക്കൊണ്ട് ഞങ്ങളുടെ വീടിന് മുമ്പിൽ നിന്നും മാറാതെ അവർ നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ അവർ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് പല വാർത്തകളും സഹോദരൻ്റെ തറവാട്ട് വീട്ടിൽ നിന്നും വിഷമദ്യ കുപ്പി കണ്ടെടുത്തുന്നു. ആ വിഷമദ്യമാണ് സഹോദരൻ്റെ വയറ്റിലേക്ക് എത്തിയതും അതുവഴി സഹോദരനാണ് അല്ലെങ്കിൽ ഭാര്യ പിതാവാണ് ഘാതകരെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാഗത്ത് നിന്നുകൊണ്ട് ചാനലുകൾ അത് ഏറ്റുപറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ലൈവ് ഇൻ്റർവ്യൂകൾ അവർക്ക് ലഭിക്കണം. അതുവഴി അവരുടെ ലൈവ് ഷോ സമ്പന്നമാകണമെന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ ഈ കുപ്രചാരണങ്ങളൊന്നും വിശ്വസിക്കരുത്. ചാലക്കുടിക്കാരനായ കലാഭവൻ മണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയുന്നത് പോലെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ അറിയാം. നിങ്ങൾ അവിടെ വന്നു ചേർന്നാൽ ഞങ്ങളുടെ കുടുംബജീവിതം എത്രമാത്രം സന്തോഷകരമാണെന്നും അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം എത്രമാത്രം നല്ല രീതിയിൽ പോയിരുന്നുവെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനുവരി 1-ാം തീയതി ചേട്ടൻ്റെ ബർത്ത്ഡേ വളരെ നല്ല രീതിയിൽ ചാലക്കുടിയിൽ ഒരുപാട് ജനങ്ങളെ വിളിച്ച് ആഘോഷിച്ചതാണ്. ഫെബ്രുവരി 4-ാം തീയതി അവരുടെ വെഡിങ് ആനിവേഴ്സറിയും നല്ല രീതിയിൽ ആഘോഷിച്ചു. അതിനിപ്പുറം സുഹൃത്തുക്കളുടെ ഒരു കാന്തിക വലയത്തിൽപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിടാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ പത്രങ്ങൾ പറയുന്ന ഒരു മാനസിക വിഷമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ കൂട്ടുകാരിൽ നിന്നും വിട്ടുപോരണമെന്ന് അമിതമായ അല്ലെങ്കിൽ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അത് എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഞാനൊരു ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരനെ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് വരണമെന്നും ആഗ്രഹമുണ്ട്, എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് എന്തുകൊണ്ടെന്നറിയില്ല, എനിക്ക് എൻ്റെ മൈൻഡ് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പാടിയിൽ നിന്നും വരാതെ അവിടെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്രയേറെ ആ ഒരു നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോയി എന്ന് ഞാൻ മാത്രമല്ല എൻ്റെ സഹോദരിമാരടക്കമുള്ള ആളുകൾ അവിടെ ചെന്നു സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടത്തിയമ്മ സത്യം പറയുകയാണെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ എന്നുള്ള രീതിയിലുള്ള ജീവിത രീതിയല്ല. അവർ സാധാരണ ഒരു വീട്ടമ്മ, അതിനേക്കാളും സാധാരണ ഇന്ന് കാണുന്ന ഒരു വീട്ടമ്മയെക്കാളും ഒതുങ്ങിയ ഒരു ജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആളുകൾ പോലും ചേട്ടത്തമ്മയെ കണ്ടു കാണില്ല.
ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ചേട്ടൻ്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ അല്ല അവർ ക്ഷേത്രത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അത്ര നിരപരാധിയായ ഒരു സ്ത്രീയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ആരെങ്കിലും കൂടെ പോകണം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു കാര്യമാണ് എന്തുകൊണ്ട് നിവി പോയില്ല. അതല്ലാതെ എല്ലാ വീട്ടുകാരും അല്ലെങ്കിൽ ചേട്ടത്തിയമ്മ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവയ്ക്കുകയും ഞങ്ങൾ ചേട്ടത്തിയമ്മോട് ഇത്തരം കാര്യങ്ങൾ പോയി പങ്കുവയ്ക്കുകയും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവിടെ നിന്ന് വിട്ടുകിട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്നുള്ള എല്ലാ സഹായങ്ങളും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സഹോദരനൊപ്പം ആ വലിയ പടവൃക്ഷം അതിനോടൊപ്പം ചേർന്ന് നിന്ന ഒരു വ്യക്തി ജീവിതമാണ് എൻ്റെ ചേട്ടത്തിയമ്മയുടേത്. പക്ഷേ ഞങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന ഈ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോലും ഓർക്കില്ല. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഞാനൊരു വാക്ക് പറയുന്നു. ഇതൊരു പക്ഷേ ആത്മഹത്യയായി തീർക്കാനാണ് പരിശ്രമമെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ജീവിതം പോയാലും ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും ഇതിൻ്റെ സത്യത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. അതിന് നിങ്ങളുടെ ഇന്നിപ്പോൾ നിരവധി കർത്തവ്യങ്ങൾ എൻ്റെ തലയിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. കാരണം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. എത്രയോ ആളുകൾ അവിടെ ചേട്ടൻ്റെ ആ ശവദാഹം നടന്ന സ്ഥലത്ത് വന്ന് ചേട്ടനുമായി സംസാരിക്കുന്നത് കാണാം. അതോടൊപ്പം സഞ്ചയനത്തിന് മുമ്പ് അവിടെ ഒരാൾ വന്ന് 1000-ൻ്റെ നോട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭസ്മം വാരി കൊണ്ട് പോകുന്നത് കണ്ടു. കുറേ ആളുകൾ അവിടെയുള്ള പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ആ മണ്ണ് കുഴച്ചുകൊണ്ട് പ്രസാദമായി എടുത്തിട്ട് പോവുകയും കുറേ ആളുകൾ അത് കുപ്പിയിൽ ശേഖരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് കണ്ടു. ഒരു പോലീസുകാരനോട് അന്ന് ശവദാഹം നടക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടു, എന്നെ കടത്തിവിട്ടെങ്കിൽ സാറിൻ്റെ മുഖം അടിച്ച് ഞാൻ ശരിയാക്കും, കാരണം എൻ്റെ മകളുടെ വിവാഹം നടത്തുന്ന ആ വ്യക്തിയെ എനിക്ക് ഒരു നോക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് കരയുന്ന രംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിനേക്കാൾ ഉപരി പത്തനംതിട്ടയിലെ ഓട്ടിസം ബാധിച്ചൊരു കുട്ടി, ആ കുട്ടിയെ ചേട്ടൻ മടിയിൽ വെച്ച് ഓർക്കുന്നത് പാടിയിൽ വെച്ച് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. കാരണം അവൻ ബഹളം ഉണ്ടാക്കുമ്പോൾ എല്ലാം ചേട്ടൻ്റെ ഒരു സാമീപ്യമുണ്ടെങ്കിൽ അവൻ ശാന്തനാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് അവൻ ഇരിക്കുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം തന്നെ. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ ആ ഒരു ഡ്യൂട്ടി കൂടി എൻ്റെ കർത്തവ്യത്തിലാണ്. കാരണം രാവിലെയും വൈകിട്ടും ഞാൻ അവനെ ചക്കര എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ ശബ്ദത്തിൽ ഞാൻ അനുകരിച്ചുകൊണ്ട് ഞാൻ അവനെ ശാന്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഇന്ന് എൻ്റെ ചേട്ടൻ്റെ വണ്ടിയിൽ 100 എഴുതിയ ആ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ജനങ്ങൾ ബൈക്ക് വട്ടം നിർത്തിക്കൊണ്ട് കലാഭവൻ മണിയാണോ എന്നുള്ള രീതിയിലൊരു നോട്ടവും, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എത്രമാത്രം ജനങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചറിയുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ശക്തിയും ഞങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവണം. എൻ്റെ ചേട്ടൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ആത്മാവിന് വേണ്ടി ശാന്തി നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ നാമവും ശ്രദ്ധയും എന്നും ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ നിങ്ങളെ കാണാൻ അവസരമൊരുക്കിയ പുനർജനിയുടെ എല്ലാ സംഘാടകരോടും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ചുരുക്കട്ടെ.